അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇനി നമ്മൾ ഓപ്പണിലുള്ള ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ അതിന് നെക്ക് വെച്ചു, കായും വെച്ചിട്ടോ. ഇതിന് ഞാനിങ്ങനെ സ്ലീവ്ലെസ് ആണ്, ഇതിനാണ് ഈ ഇന്നർ ഇടാന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ആക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ക്രോസ് പീസ് വെച്ചുകൊണ്ട് തയ്ച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഓപ്പണ് ഇടുന്ന ഇത് നോക്കാം. ഇനി നമ്മൾ ഷേപ്പ് ഇടുമ്പോഴാണ് ഓപ്പണിന് വേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ചീത്ത വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഷേപ്പ് ചെയ്യണം. എന്നിട്ട് നമുക്ക് നമ്മൾ സാധാ ഷേപ്പ് ചെയ്യണ മാതിരി ഷേപ്പ് ചെയ്ത് തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൈയും ഇതൊക്കെ ഷോൾഡറൊക്കെ ഒരുപോലെ ആക്കിയിട്ട് 1 ഇഞ്ച് വീതിയിലാണ് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത്. ആ രീതിക്ക് തന്നെ ഇങ്ങനെ തയ്യൽ തുമ്പിട്ട് വരാം കേട്ടോ. ആ 1 ഇഞ്ച് ഇതിൽ നമുക്കിങ്ങനെ തയ്ച്ച് വരാം. തയ്ച്ച് വരുമ്പോൾ നമ്മൾ സീറ്റളവ് അടയാളപ്പെടുത്തിയില്ലേ, അങ്ങോട്ട് വരെ കൊണ്ടുവരണം കേട്ടോ. തയ്ച്ചിങ്ങാണ്ട് അവിടെ വന്ന് നിർത്തണം. നമ്മൾ സീറ്റ് അളവ് ഇവിടെയാണ് കേട്ടോ, ഈ ഒരു കുത്തിലോടത്താണ്. അപ്പോൾ സീറ്റ് അളവ് പ്രത്യേകം അടയാളപ്പെടുത്തണം കേട്ടോ, ഈ മാറും. സീറ്റ് അളവിൻ്റെ അവിടെ വരെ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ സീറ്റ് അളവിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ കുത്തി നിർത്തുക കേട്ടോ, ഇതുപോലെ കുത്തി നിർത്തുക. എന്നിട്ട് നമുക്ക് ഈ സൂചി ഇവിടെ നിന്ന് എടുക്കുക. കുത്തി നിർത്തണ്ട കേട്ടോ, അല്ലാതെ ഇങ്ങനെ അടിച്ചു കൊണ്ടുവരരുത്. മനസ്സിലായില്ലേ? ഇവിടെ കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുവരിക, അല്ലാതെ ഇതുപോലെ തയ്ച്ചുകാണ്ട് കൊണ്ടുവരരുത്. ഇങ്ങനെ നിർത്തി വെക്കുക വേണ്ടത്. ഇതുപോലെ തന്നെ മറ്റേ സൈഡും കാട്ടാം കേട്ടോ. 2 സൈഡും ഇതുപോലെ തയ്ച്ചിട്ടാണ് നമുക്ക് ഓപ്പൺ ഇടേണ്ടത്. നമ്മൾ മറ്റേ സൈഡും തയ്ച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ കുത്തി നിർത്തിയിട്ടുണ്ട്. നമുക്കിത് ഇവിടുന്ന് മാറ്റാം. ഒരിക്കലും ഇങ്ങോട്ട് തയ്ച്ചു കൊണ്ടുവരരുത് കേട്ടോ. അവിടുന്ന് കുത്തി നിർത്തിയിട്ട് വേണം ഇത് വേർതിരിച്ചാൻ. ഇനി നമുക്കിനി ഓപ്പൺ ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഈ സൈഡിൽ തന്നെ കാണിച്ചു തരാം. ഓപ്പൺ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ അടിഭാഗമല്ലേ, നമ്മൾ ഏറ്റവും അടി റൗണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളത്, അവിടെ നിന്നാണ് നമുക്ക് ഇനി ഓപ്പൺ ഇട്ട് വരേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളിത് 1 ഇഞ്ചിലാണ് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിങ്ങനെ 2 മടക്കുക. 1/2 ഇഞ്ചിൽ ഇങ്ങനെ 2 മടക്ക് ഇതുപോലെ. പിന്നെ ഇതൊന്നും കൂടി മടക്കുക ഈ ഒരു വീതിയിൽ കേട്ടോ. മൊത്തത്തിൽ 1 ഇഞ്ച് വരിക. 1/2 ഇഞ്ചിൽ ആദ്യം മടക്കുക, പിന്നെ ഒരു 1/2 ഇഞ്ചിൽ കൂടി, അങ്ങനെ 1 ഇഞ്ചിൽ ഉള്ളിക്ക് കേട്ടോ. ഉള്ളിക്ക മടക്കേണ്ടത്. ഇത് ചീത്ത വശമാണ്, ഉള്ളിക്കാണ് മടക്കേണ്ടത് കേട്ടോ. കണ്ടുപോടെയാണ് നമ്മൾ തയ്ച്ചിൽ നിന്നിട്ടുള്ളത് തയ്യൽ തുമ്പാണ്, അത് മാറരുത്. 1/2 ഇഞ്ച് ആദ്യം മടക്കുക, പിന്നെ 1/2 ഇഞ്ച് കൂടി മടക്കുക കേട്ടോ, ഈ ഒരു വീതിയിൽ. എന്നിട്ട് ഇങ്ങനെ തയ്ച്ചു പോരുക. കുറച്ച് തയ്ക്കുക, എന്നിട്ട് 1/2 ഇഞ്ച് മടക്കുക, പിന്നെ ഒരു 1/2 ഇഞ്ച് കൂടി മടക്കുക. ഈ രീതിയിൽ ഇങ്ങനെ വരിക കേട്ടോ. ഈ രീതിയിൽ നമ്മൾ എവിടെയാണ് നമ്മൾ നേരത്തെ അടിച്ച് സ്റ്റോപ്പ് ചെയ്തില്ലേ നമ്മൾ സീറ്റ് അളവ്, അവിടെ വരെ ഇതിങ്ങനെ വരണം. ഇത് ശീല മോശമാണ് കേട്ടോ. ഇത് തീരെ കട്ടില്ലാത്ത ശീലയാണ്, അതുകൊണ്ടാണ് തയ്ക്കുമ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ. നമ്മൾ ഇവിടെയാണ് കേട്ടോ സീറ്റ് അളവ് എടുത്തിനത്. അപ്പോൾ സീറ്റ് അളവിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതുകൂടി ഒന്ന് മടക്കിയിട്ട് ഈ സീറ്റ് അളവിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മളിതൊന്ന് കുത്തി നിർത്തണം കേട്ടോ. മടക്കുക, സീറ്റ് അളവിൻ്റെ അവിടെ എത്തിയിട്ടോ ഇങ്ങനെ കുത്തി നിർത്തുക. എന്നിട്ട് സൂചി നിർത്തണം, താഴ്ത്തി നിർത്തിയിട്ട് ഫൂട്ട് പൊന്തിച്ചിട്ട് ഇതിങ്ങോട്ട് തിരിച്ചുക. എന്നാൽ ഈ ഭാഗത്തേക്ക് നമ്മൾ ഇനി അടുത്ത ഓപ്പണ് തയ്ക്കണ്ടേ, ആ ഭാഗത്തേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ഓപ്പണിൻ്റെ ശീല ഇതാണ്, ഈ ഭാഗത്തെത്തത്. എന്നിട്ട് അവിടെ നിർത്തിയിട്ട് ഈ ഭാഗത്ത് മുകളിൽ നിന്നാണ് തുടങ്ങട്ടെ തയ്ച്ചിങ്ങാണ്ട്. അതേപോലെ 1/2 ഇഞ്ചും മടക്കുക, പിന്നെ ഒരു 1/2 ഇഞ്ച് കൂടി മടക്കുക. ആദ്യം 1/2 ഇഞ്ച് മടക്കുക, എന്നിട്ട് ഒരു 1/2 ഇഞ്ച് കൂടി ഉള്ളിലേക്ക് മടക്കുക. നമ്മൾ കുത്തി നിർത്തിയെടുത്ത് ഇങ്ങനെ നേർക്ക് വരിക, ഈ ഭാഗത്തേക്ക് വരിക. ഇത് നമുക്കാണ് യോജിപ്പിക്കുക മറ്റേ സൈഡ് നമുക്ക്. എന്നിട്ട് ഇത് പൊന്തിക്കുക, ഈ സൈഡിലേക്ക് തിരിക്കുക.
ഈ സൈഡിലേക്ക് തിരിച്ചു കേട്ടോ. ഇനി നമുക്കിനി നീളക്കത്തിലാണ് താഴേക്കാണ് വരേണ്ടത്. ഇതുപോലെ തന്നെ അരഞ്ച് ഉള്ളിലേക്ക് മടക്കുക, വീണ്ടും അരഞ്ച് മടക്കുക. അത് ഈ ചോദ്യത്തിൽ ഇങ്ങനെ തയ്ച്ചു പോരാം. ഇങ്ങനെ ഇതുപോലെ താഴെ വരെ അരഞ്ച് ഉള്ളിക്ക് പിന്നെ ഒരു അരഞ്ച് മടക്കിങ്ങാണ്ട് താഴെ വരെ തയ്ക്കുക കേട്ടോ. തയ്ച്ചിട്ടോ. അങ്ങനെ ഈ ഭാഗം നമ്മളത് സൈഡ് ഓപ്പൺ ആയി. നല്ല ശീല തീരെ കട്ടില്ലാത്തതുകൊണ്ടിട്ട് ചുരുണ്ട് പോണത് മനസ്സിലായില്ലേ? നമ്മൾ ഇവിടുന്ന് തുടങ്ങി ഈ അരഞ്ചിലിങ്ങനെ പോകുന്നു. നമ്മൾ എവിടെയാണോ സീറ്റുകളിൻ്റെ അവിടെ കുത്തി വെച്ചത് അവിടെ കുത്തി വെക്കുക. എന്നിട്ട് ഇങ്ങനെ തയ്ക്കുക. എന്നിട്ട് ഇവിടെ കുത്തി വെക്കുക. എന്നിട്ട് ഇവിടുത്തെ ഭാഗം ഇതുപോലെ അരഞ്ച് മടക്കിയാണ് നേരെ വരിക. ഈ തലക്കക്ക് ഇവിടെ കുത്തി വെക്കുക. ഇങ്ങോട്ട് തിരിച്ചുക. ഇവിടുന്ന് അരഞ്ചിലിങ്ങനെ അരഞ്ച് ഉള്ളിലും പിന്നെ ഒരു അരഞ്ച് കൂടി മടക്കിയിട്ട് ഇങ്ങനെ വരിക. താഴെ വരെ ഇത് വരിക. ഇനി നമുക്ക് ഈ സൈഡും കൂടി അങ്ങനെ തയ്ക്കാം കേട്ടോ. ഒന്നുകൂടി ശ്രദ്ധിച്ചോളി. നമ്മൾ ഈ അടിഭാഗമല്ലേ, നമ്മളിതാണ് അടിവീതി വരുന്ന ഭാഗം. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വന്നുങ്ങാണ്ട് മുകൾക്ക് പോയി നമ്മൾ സീറ്റ് അളവിൻ്റെ അവിടെ കുത്തി നിർത്തിയിട്ട് പിന്നെ നമ്മളെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഉണ്ടല്ലോ ഇവിടെ കുത്തി നിർത്തും. ഇവിടെ ഇങ്ങനെ മടക്കിങ്ങാണ്ട് കുത്തി നിർത്തും. എന്നിട്ട് ഇവിടെ കുത്തി നിർത്തിയിട്ട് ഈ സൈഡിക്ക് ഫൂട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് വരിക. ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഇവിടെയും മടക്കി വെക്കണം കേട്ടോ. എന്നിട്ട് ഇവിടേക്ക് ഇതിൻ്റെ ഏറ്റവും അറ്റത്തേക്ക് വരിക. ഇവിടെ കുത്തി നിർത്തുക. എന്നിട്ട് ഈ സൈഡിക്ക് ആക്കുക. എന്നിട്ട് ഇങ്ങനെ താഴേട്ട് അതുപോലെ മടക്കിങ്ങാണ്ട് താഴേക്ക് വരിക കേട്ടോ. മനസ്സിലായില്ലേ? കണ്ടോളി. അതുകൊണ്ട് ഞാൻ താഴത്തുനിന്ന് തുടങ്ങിട്ടോ. അരഞ്ച് ഉള്ളിക്ക് പിന്നെ അരഞ്ച് മടക്കി ഇങ്ങനെ വരികയാണ്. ഇവിടെയൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കും. അല്ല, ഇവിടെയൊക്കെ മനസ്സിലായിക്കണമെന്ന് വിചാരിക്കണം കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു തിരിനോട് സീറ്റ് അളവിൻ്റെ അവിടെ എത്തുമ്പോഴാണ് നമുക്ക് ആകെ കൺഫ്യൂഷൻ. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതുപോലെ സീറ്റ് അളവ് വരെ നമുക്ക് പോകാം. അങ്ങനെ എന്താ സീറ്റ് അളവിൻ്റെ ഇതാട്ടെ നമ്മളെ സീറ്റ് അളവ് ഇവിടെ കുത്തി നിർത്തിനി. അവിടെ എത്താനായിട്ടുണ്ട്. എത്താനാവുമ്പോൾ നമ്മളെ സീറ്റ് അളവ് ഇവിടെ കണ്ടോ ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ തയ്ച്ചില്ലേ, ഇവിടെ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും. അപ്പം അതിൽ നിന്ന് ഒരു ഇഞ്ച് എന്നല്ല ഒരിത്തിരി പോന്നുകൊണ്ടാണ് നിർത്തേണ്ടത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയാണ് നമ്മളിത് സീറ്റ് അളവ്. ആ സീറ്റ് അളവിന് ഒരിത്തിരി മുകൾക്കാക്കിയിട്ട് കുത്തി നിർത്തുക. എന്നിട്ടിത് പൊന്തിക്കുക. എന്നിട്ട് ഈ ഭാഗത്തൊക്കെ തിരിക്കുക കേട്ടോ. അത് തിരിച്ച് വെച്ചിട്ട് നമ്മൾ അടുത്ത ഭാഗത്തിൻ്റെ നമ്മളപ്പോൾ തന്നെ ഇത് തായ്ക്കുമ്പോൾ തന്നെ ഇവിടുത്തതും ഇതേപോലെ മടക്കി വെക്കണം. അരഞ്ച് ഉള്ളിക്ക് പിന്നെ അരഞ്ച് ഉള്ളിക്ക്. എന്നിട്ട് ഇത് നേരാണ് വരിക. ഇത് നേരെ തയ്ച്ചങ്ങാണ്ട് ഇതുമ്മക്കാണ് ചാടണം. അടുത്ത സൈഡത്തെ ഓപ്പൺ മക്ക് തുടങ്ങുന്നിടത്തേക്ക് ചാടണം. അപ്പോൾ സീറ്റ് അളവിൻ്റെ കുറച്ച് മുകളിൽ കൂടെ വരേണ്ടത് കേട്ടോ. അങ്ങനെ വന്നു. ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് കുത്തി നിർത്തുക. ഫൂട്ട് പൊന്തിക്കുക. ഇങ്ങനെ തിരിക്കുക. ഇതും അതേ രീതിയിൽ മടക്കിങ്ങാണ്ട് താഴത്തേക്ക് വരെ ഓപ്പൺ കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ നമ്മളിത് കഴിഞ്ഞിട്ടോ. നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓപ്പണൊക്കെ വെച്ചു കേട്ടോ. നമ്മൾ രണ്ട് ഭാഗത്തും ഓപ്പണൊക്കെ വെച്ചു അല്ലേ. ഇതാണ് നമ്മൾ ഓപ്പൺ. ഇനി പതിച്ചടി തയ്ക്കണം. നമുക്ക് ഓപ്പണിൻ്റെ ഇവിടെ പതിച്ചടി തയ്ക്കണം കേട്ടോ. അതിന് മുന്നേ നമുക്ക് നമ്മൾ അടി ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഇത് ശീലേ വലിയ പെർഫെക്റ്റ് അല്ല കേട്ടോ. ഞാനിത് ഷാളാണ്, ഉമ്മാൻ്റെ ഷാളൊക്കെ എടുത്തിരിക്കണത്. അപ്പം ഞാൻ ഇതിന് വേണ്ടി എടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് തയ്ക്കുന്നത്. അത് ഞാൻ അതിക്ക് മാച്ചായ കളറൊന്നും അല്ല കേട്ടോ നൂലെടുത്തിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ ഇനി ഇടൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളിത് മടക്കി അടിച്ച രണ്ട് മടക്കടിച്ച അരഞ്ചിൽ അങ്ങനെ മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക. ഇനി നമ്മളിതാ ഇതിൻ്റെ അടി ഇതുപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡും വേണം തയ്ക്കുക. അപ്പം നമുക്ക് തയ്ച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അടിവശം തയ്ച്ചിട്ടു. രണ്ടിൻ്റെയും അടിഭാഗം തയ്ച്ചിട്ടുണ്ട്. അടിവീതി തയ്ച്ചെടുത്തു. ഇനി നമുക്കിത് പതിച്ചടി തയ്ച്ചെടുക്കാം.
പതിച്ചടി തുടങ്ങണ്ട് ഏതെങ്കിലും ഒരു സൈഡ് ഓപ്പൺ നട്ടോ. അപ്പം ഇനിയൊരു ഇതിപ്പോൾ സൈഡ് ഓപ്പണിൻ്റെ ഭാഗമാണ്. കണ്ടോ, ഇത് നമ്മൾ സൈഡ് ഓപ്പണാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് സൈഡ് ഓപ്പൺ എടുക്കുക. അതിൻ്റെ ഇവിടുന്ന് നമ്മൾ പതിച്ചടി തയ്ക്കുക ഇതിൽ കൂടിയല്ലേ, ഈ വക്കത്തു കൂടിയല്ലേ. അപ്പം നമുക്ക് തുടങ്ങാം കേട്ടോ. ഇതിൻ്റെ ഇങ്ങനെ വക്കത്തു കൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക, ഈ ഓപ്പണിൻ്റെ ഇതിൽ കൂടെ. അവസാനം നമ്മളിവിടെ എത്തും അല്ലേ, ഈ രണ്ടും യോജിക്കണം. അവിടെ എത്തും, സീറ്റ് അളവിൻ്റെ അവിടെ എത്തും. അവിടെ എത്തുമ്പോൾ കുത്തി നിർത്തുക. ഇവിടെ നമ്മൾ പൊന്തിക്കുക, ഇങ്ങോട്ട് നീക്കുക. സീറ്റ് അളവിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. സീറ്റിൻ്റെ അവിടെ വന്നാണ്ട് കുത്തി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങോട്ട് ചെരിച്ചു കൊടുക്കുക, അവിടെ നിർത്തുക. അപ്പം തന്നെ നിർത്തണേ, കാരണം നമ്മൾ ഈ വക്കത്ത് കൂടിയാണല്ലോ പതിച്ച് തയ്ക്കണത്. നമ്മൾ സീറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ, അല്ലെങ്കിൽ കോണാക്കി വെച്ചാലും മതി, ഇങ്ങനെ കൊണ്ടുവരാം. കണ്ടില്ലേ, ഇതിൽ കൂടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ. പിന്നെ അവസാനം എത്തുമ്പോൾ ലാസ്റ്റത്തിന് ഇവിടെയും കുത്തി നിർത്തുക. അല്ലാതെ ഇവിടെ മുറിച്ച് കളയരുത്. നമ്മൾ തയ്ക്കൽ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഫൂട്ട് പൊന്തിക്കുക. നമ്മൾ അടിവശാണിട്ടത്, അടിവീതിയാണ്. ഇതിലങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ സൈഡ് ഓപ്പണ് ഇല്ല ചുരിദാറിന്. മൊത്തത്തിലാണ് നമ്മൾ പതിച്ച് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമ്മളത് അടിവീതി കൂടിയാണ് പോണത്. അവിടെ സ്റ്റോപ്പ് ചെയ്ത് കണ്ട് അവിടെ കട്ട് ചെയ്യരുത് നൂല്. നിങ്ങളുടെ ഫൂട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് തയ്ച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളെ അടിവീതിൻ്റെയും അറ്റെത്തിയിട്ടുണ്ട്. അറ്റെത്തുമ്പോൾ ഫൂട്ട് നമ്മളെ സൂചി കുത്തി നിർത്തുക, ഇത് പൊന്തിക്കുക. നമ്മളെ അടുത്ത ഭാഗത്ത് സൈഡ് ഓപ്പൺ എത്തിയിട്ടോ. ഇത് കണ്ടോ, അടുത്ത ഭാഗത്ത് സൈഡ് ഓപ്പണിക്ക് എത്തി ഇങ്ങനെ വന്നുങ്ങാണ്ട്. അപ്പോൾ നമ്മളിതിനൊരു എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് പതിച്ച് തയ്ക്കാൻ അവിടെ തന്നെ എത്തും കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് ഈ ഭാഗത്തെ സൈഡ് ഓപ്പൺ കൂടി പതിച്ച് തയ്ക്കാം. പിന്നെ ഈ പതിച്ചടി തയ്ക്കുന്നത് നല്ല വശത്തു കൂടിയാണ് കേട്ടോ, അത് മാറരുത്. അതെല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മളടുത്ത മൂലെത്തിയിട്ടുണ്ട്. നമ്മളെ ഇവിടെ ഇതുപോലെ തുടങ്ങാം. അങ്ങനെ ഈ ഓപ്പണ്ടി അറ്റെത്തിയിട്ടുണ്ട്. ഇവിടെ തിരിക്കുക, സൂചി കുത്തി നിർത്തണം, നിർത്തി വെക്കണം. സൂചി കുത്തി നിർത്തി വെക്കണം. എന്നിട്ട് ഞാൻ ഇവിടുത്തെ അടിവീതിയാണ് കേട്ടോ, വേക്ക് സൈഡത്തെ അടിവീതിയാണ് നമ്മളിഞ്ഞ് പതിച്ച് തയ്ക്കണത്. ലാസ്റ്റ് എത്തിയിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ നമുക്കിനി നമ്മൾ തുടങ്ങിയോട്ട് തന്നെ പത്തി, അതായത് നമ്മളെ ഫസ്റ്റ് ബെഡ് തന്നെയാണ്. ഇവിടെ നമുക്കിനി നമ്മൾ നൂലൊക്കെ പൊട്ടിച്ചാളയാ. നമ്മളെ ചുരിദാർ ഇവിടെ റെഡി ആയിട്ടോ. ഇത്രേ ഉള്ളൂ ഓപ്പണിലെ ചുരിദാർ. കണ്ടില്ലേ, ഓപ്പണിലെ ചുരിദാർ. ഈ നൂലൊക്കെ ഇങ്ങനെ പൊട്ടിച്ചാളയണം കേട്ടോ. നമുക്ക് ഇതൊക്കെ നമ്മൾ വേസ്റ്റ് വന്ന നൂലാളാണ്. പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇപ്പോൾ പതിച്ച് തയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നൂലിൻ്റെ കളറൊന്നും ശ്രദ്ധിച്ചണ്ട കേട്ടോ. ആകെ മറ്റേ സാമ്പാർ പോലെ ആയിട്ടുണ്ട് നൂല്. ഒരു ഭാഗത്തൊരു കളറും വേറെ ഭാഗത്തൊരു കളറും. ഞാൻ അത്ര ഇത് വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് ഈ ക്ലാസ്സിനായിട്ട് ഞാൻ തയ്ച്ചതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, പതിച്ചടി തയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരിക. അതുപോലെ അടിയൊക്കെ വന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ നമ്മളെ ഇവിടെ ചുരിദാർ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചുരിദാർ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓപ്പണിലെ ചുരിദാർ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഓപ്പണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്ച്ച് നോക്കുക കേട്ടോ.